ഇത്ര ഹൈറ്റിൽ വെള്ളം കയറുന്നു ഡാം പറഞ്ഞാൽ ഇവിടം വരെ പറ്റെത്തിയിട്ടുണ്ട് വെള്ളത്തിൽ. ലപ്പക്കടയല്ലേ സ്ഥലം? അവിടുത്തെ ബികോം സ്റ്റുഡൻസ് ആണ്. എല്ലാവരും ബികോം സ്റ്റുഡൻസ് ആണ്. ഞാനും ബികോം ആയിരുന്നു പഠിച്ചത്. അതുകൊണ്ട് പക്ഷെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ലൈഫിൽ. അങ്ങനെയല്ലട്ടാ, ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തില്ല. അതാണ് തെറ്റിയിരിക്കരുത്. താഴെന്ന് വെച്ചാൽ ജിജോ അതെ നിങ്ങൾ നോക്കിയ അടിപൊളി. ഇതെന്താ സാധനം? ഒരു കൊക്കിൻ്റെയൊക്കെ പോണ്ട അടിവേര് വരെ കാണാവുന്ന മരമാണ്. സർവ്വ പേരും അതിന്റെ അടിത്തറ വരെ കാണാൻ പറ്റത്തില്ല. അടിവേര് മുതൽ മരത്തിന്റെ ചില്ല വരെ കാണാൻ പറ്റത്തില്ല. അതിപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി അഞ്ചുരുളി ടണലില്ലേ, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് നമ്മൾ ഈ വീഡിയോ അല്ല, അത് വേറെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ശേഷം നമ്മുടെ ചാനലിൽ വരും. അത് അഞ്ചുരുളി ടണലിൻ്റെ ഒരു ഭാഗം നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ മറുവശം കൊണ്ട് ചേർത്തിട്ടാണ് ചെയ്തേക്കണം. എൻ്റെ കൂടെ ഇടുക്കിയിലെ നമ്മുടെ ഫ്രണ്ടാണ്, ചങ്ങാണ്, ജിജോ ഉണ്ട്. ഇപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണേ. അഞ്ചുരുളിയുടെ അടുത്ത് കഴിഞ്ഞു. അടുത്തത് എറണാകുളത്ത് രാമൻതുരുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു തുരുത്തുണ്ട്. എന്ത് തുരുത്താണെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. അടിപൊളിയാണ്. എന്നാ പോയിട്ട് കാട്ടിക്കൂടെ നടന്നൊക്കെ പോകണം, അത് കറക്റ്റ് കാണാൻ പറ്റും. അതെ, നമ്മൾ തുരുത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? വണ്ടി അവിടെ പാർക്കാനുള്ള ഒരു കേപ്പുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, അടച്ചു വെച്ചേക്കണേണ്. അവിടെ കാട്ടുതീ പോടെ ഒരു തടയുക എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഇവിടെ തന്നെ ആൾക്കാർ വണ്ടി കയറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. എന്തായാലും ഇതിനാണ് പോണവാ. എന്തോരം വീതിയുണ്ട്, അത് വണ്ടികൾ എത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നടക്കാണ്ട് കേട്ടോ. വഴിയുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇത് ചുറ്റും കാടുണ്ടോ? കാട്ടിലാണ് കുറച്ച് ദിവസമായിട്ടല്ലേ. കാടും മലയും കിടക്ക് വെച്ച് വഴിയൊക്കെ തെറ്റിയെന്നും പറഞ്ഞതേ ആശാൻ വേറെ വഴിയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ എന്താണ് എങ്ങോട്ടാ ചെളിയുണ്ട്? ഇല്ലില്ല, ചാടില്ല. പെട്ടിരിക്കുകയാണ്. അടിപൊളി. ഞാൻ പെട്ടില്ല കാരണം വീഡിയോ എടുക്കാൻ പോകണ്ട്. കാട്ടിലേക്കാണ് ഇവിടെ കയറ്റിക്കൊണ്ടുപോകണം. എന്താണെന്നുണ്ടോ നോക്കണം. കാലിലേക്കത് എന്താണ് കയറിയേ പൊളഞ്ഞേറി എന്നുള്ളതാണ് വിശ്വാസം. എന്തോ ഒരു കമ്പുണ്ടായി. നടക്കണ സ്ഥലം കാണിച്ചു കേട്ടാ. എൻ്റെ മോനെ ദിശയൊക്കെ തെറ്റിയെന്ന് തോന്നുന്നു. ഏതോ വഴിക്കൂട്ടോട്ട് മേളിൽ നിന്നുള്ള വെളിച്ചം കാണാം. ഇത്തിരി ഭാഗം നീലാകാശവും കാണാം. ഉണ്ടാകുമോ? ഇവിടെ അവിടെ ഇരിക്കും. അഞ്ചുരുളി അവിടെ ഇരുന്നു പറഞ്ഞു കേട്ടോ. ഒരു പാളുണ്ടെങ്കിൽ ഇവിടെ നല്ല ഇറങ്ങിപ്പോയാൽ അതിലും വലിയ സീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. കാട്ടിക്കൂടി ഇത് വഴി തെറ്റിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ അറിയിക്കണം. കാരണം ഇവിടെ ഒരു ഗാർഡോ ആരും ഒന്നുമില്ല അല്ലേ? ഒരു സെക്യൂരിറ്റിക്കും അല്ലേ വഴി ചോദിക്കാൻ, അല്ലെ വഴി ക്ലീനാക്കിയിരുന്നു, അതുമില്ല. കുറച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മൈൻഡ് മാറോട്ടെ. ഇതൊക്കെ ഫുള്ള് കാട് ഫീൽ ചെയ്തേ. ഇല്ല് നുറുങ്ങണ സൗണ്ട് കേൾക്കുക. ഇതിന് രണ്ടും കൂടി കൂട്ടുമുട്ടലാണ് കാറ്റടിക്കുമ്പോൾ. അതുപോലെ ഇതുണ്ടോ, ഇതിനും റിസ്ക്കുള്ള വഴി കൂടിയൊക്കെ നേരത്തെ പാറക്കൂടി കയറിയത്. നോക്കിയിട്ട് കുഴിയാണ്. അതിൽ ഇപ്പോൾ അത്യാവശ്യം പണി കിട്ടും. സുഭാഷിൻ്റെ സീനാണിത്. അത്യാവശ്യം ആവശ്യമില്ല. ഇത് കുഴിയാണോ? അങ്ങോട്ട് ഉണ്ട് ഇനി അടിയിലോട്ട് വലിയ ഉറങ്ങും പോലത്തെ കുഴിയാണ്. ഓ, വലിയ ഉറങ്ങും പോലത്തെ ഇത് കണ്ടത് വലിയ ഒറ്റക്കല്ലേക്കാണ്. ഒരൊറ്റ കല്ല്. ഇതെന്താ പറയുക, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഇവർ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച് അല്ലേ? ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അതല്ല അവരുടെ സെക്യൂരിറ്റി വെച്ച് എല്ലാ രീതിയിലും വന്യജീവികളുടെ വലിയ ശല്യമുള്ള സ്ഥലമൊന്നുമല്ല. ആണെന്നില്ല കാട്ടില്. ചെറു പ്രശ്നങ്ങളുള്ള സ്ഥലമൊന്നും എല്ലാവരും നമ്മൾ ഉപദ്രവിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. സംഭവം അടിപൊളിയാണ്. കൂട്ടുകാരൊക്കെ വരുമ്പോൾ വരാം, പക്ഷെ സേഫായിട്ടൊക്കെ വരിക. പറഞ്ഞാൽ ആ കുഴിയിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പോകരുത്. അതിൻ്റെ മേലേക്ക് കയറാം. അങ്ങോട്ട് ഒന്നും കയറുന്നില്ല. ഇപ്പുറത്ത് എന്താണ് അവസ്ഥ നോട്ടെ. അവനാണ് ആ പാറനെ പിടിച്ചു നിർത്തിയാണ് പേര് വെച്ച്. ഇത് വല്ലാത്തൊരു അനുഭവം പെട്ട ചെയ്തു. ഇത് വല്ലാത്തൊരു അനുഭവം. എല്ലാ ഫീൽഡും ഇന്നത്തെ കൂടി എൻ്റെ കാലിൻ്റെ മസിലൊക്കെ ശരിയാവും. തിരിച്ച് കയറാൻ പറ്റുമെന്നാണ് എനിക്ക്. ഇതുണ്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് പോലത്തെ സ്ഥലങ്ങളാണ്. താഴെ മനുഷ്യരുണ്ടെന്നാണ് ജിജോ പറയുന്നത്. എനിക്കറിയില്ല, ഒരാളെ കണ്ടിട്ടില്ല. അതിൻ്റെ റൂട്ട് കയറ്റി കാറ്റുകൂടിയൊക്കെയാണ് വന്നത്. എൻ്റെ വഴി മനസ്സിലാവാനുള്ള ആൾക്കാർ അധികം വരാത്തതുകൊണ്ടേ. ഇത് നോക്കിയുള്ള എല്ലാ കാടും കയറ്റി ദിശയായിട്ട് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നോക്കി ഇവിടെ തീർന്നു. ഇതിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ ഇത് അവിടെ ഇരുന്ന് അവിടെ അല്ല അഞ്ചുരുളി.
ഓഫ്-റോഡിന്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര ഓഫ് റോഡാണ് കാട്ടിക്കൂടി. ആ നിങ്ങളിതിൽ പോകണ്ട, ഇവരിവിടെ നാട്ടുകാരായ കാരണം ഈ പണിയൊക്കെ ചെയ്യും. ഈ ലെവല് കണ്ട ജിജോ പറഞ്ഞാണ് ഇത് കണ്ട ഇവിടെയാണ് ഇത്ര ഹൈറ്റിൽ വെള്ളം കയറുന്നു ഡാം പറഞ്ഞാല് ഇവിടം വരെ. പറ്റെത്തിയിട്ടുണ്ട് വെള്ളത്തിൽ. ദേടോ പറന്നു നോക്കിയിട്ട് നമ്മുടെ കൊണ്ടിട്ട് അതെന്താണ് എന്ത് കളിയാ എന്താണ് ക്ലിയർ പറഞ്ഞു നോക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ വ്യക്തമാവുന്ന അറിയടാ, ഗോപ്രോ അല്ലേ, സൂം ചെയ്യാൻ പറ്റില്ല. ഓ അടിപൊളി കാഴ്ചയായിരുന്നു. കിട്ടിയിട്ടുണ്ട്, കാണുമെന്ന് പറഞ്ഞോ നോക്കാം. ഇതിൽ പോയാൽ നോക്കണ്ടല്ലോ. അല്ല ഇതിൽ പോയാൽ നോക്കണ്ടല്ലോ. നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാൻ പോയ ഗൂഗിൾ മാപ്പിനെ തോപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇത്തവണ ഈ ലൊക്കേഷനിൽ മാത്രം പണി കിട്ടിയില്ലേ, ഇച്ചിരി വ്യത്യാസം. ഇനി എന്താ കാണിക്കാൻ പോണെന്ന് കണ്ടോട്ടാ. ഇനി കാണിക്കാൻ പോണ കാഴ്ച നിങ്ങൾ കണ്ടോ, കാടിന് നടക്ക് നോക്കി. മഞ്ഞുമൽ ബോയ്സിലൊക്കെ ഉണ്ടായിരുന്നു. കണ്ട അയ്യോ കിടിലം വ്യൂ. നമ്മൾ അതിലാണ് നേരത്തെ വന്നല്ലെങ്കിൽ അതിൽ വന്നല്ലേ. ആ വഴിയുണ്ടോ, നമ്മൾ വന്ന വഴിയല്ലേ. ഓക്കെ, ഞാനിത് കാണിക്കാൻ പറഞ്ഞാൽ അതിലൂടെ വന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്നത് നോക്കി. വാ അടുത്ത സ്ഥലത്തേക്ക് പോവാ. പൊളിയല്ലേ. പോട്ടെ. ഇടുക്കി ജലാശയമാണ്. സാഹസിക യാത്രയാണ് ഇതിൽ. സാഹസിക യാത്ര ഇതുണ്ടോ. അതിലൂടോ ആ സൈഡോ തിരിഞ്ഞു നിൽക്ക്. ആ സൈഡോ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. റോഡോട്ട് ഇറങ്ങിയോ. വിജയ മല ഇറക്കാൻ പോകണം. കല്ലിൻ്റെ ഇടയിൽ നിന്ന് അടിച്ചെടുക്കാതെ അങ്ങോട്ട് തിരിഞ്ഞിക്ക്. എന്നിട്ട് ആ കല്ലെ ഇരിക്കുന്ന കല്ലെ പിടിക്കുക. താഴെ ഇറങ്ങുക. താഴോട്ട് പയ്യപ്പയ്യെ കുത്തി പോരെ. അത് തന്നെ ചെരുപ്പ് ഇടന്നോട്ടെ. താഴോട്ട് ഇട്ടു. അതിന് പയ്യ ഇറങ്ങി പോരെ. റിവേഴ്സ്. ആ ഓ തിരിച്ച് പയ്യപ്പയ്യ ഇറങ്ങി പോരെ. റിവേഴ്സ്. ആ അതൊക്കെ അടുത്ത കാലിൽ താഴെ. മോനെ ഞാൻ ഓർത്ത് ഇതിൽ നിന്ന് താഴെ പോയിട്ടായിരിക്കും മിക്കവാറും എൻ്റെ ചാനൽ വയറിലാണോ നോക്കി. ചോട്ടല്ലേ അടിപൊളി പറഞ്ഞു പോലെ. അയ്യോ പറഞ്ഞേ നിക്ക് പറഞ്ഞേ. ഇവിടെ നമ്മൾ അവിടെ നിന്നാണ് ഈ ഇങ്ങോട്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ അഞ്ചുരുളി ടണലിൽ നിന്ന് വെള്ളം വീഴുന്നതാണ് ആ വൈറ്റ് കളർ കാണുന്നത്. കണ്ട കുഞ്ഞായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതാണ് തുരുത്ത്. ഈ തുരുത്തിൻ്റെ പേരാണ് അഞ്ചുരുളി തുരുത്ത്. ഞങ്ങൾ ഈ തുരുത്തിൻ്റെ പേരെന്നെ വരുന്നല്ലേ അഞ്ചുരുളി തുരുത്തിൽ. മീൻകാരെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഷെഡ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച് എറിയുകൊണ്ട് തന്നെയാണ്. മറ്റേ വലിയ ബോള് തീറ്റ വെച്ചിട്ട് കുറേ കുളത്തുണ്ടാവും അല്ലേ. ആ എന്നിട്ട് എറിഞ്ഞ് ഇതിൻ്റെ അന്ന് പിടിക്കും. പക്ഷെ എനിക്ക് ആ മണി കിട്ടും അല്ലേ പിടിച്ചാൽ അറിയാൻ. എനിക്ക് മനസ്സിലാവാത്ത ഇവർക്ക് മീൻ കയറി കഴിഞ്ഞാൽ ഒരു 15 കിലോൻ്റെ മീനാണെങ്കിൽ 15 കിലോ ചോദിച്ചാൽ അവിടെ എത്തണ്ട. എൻ്റെ മോനെ സമ്മതിച്ച് സ്ഥിരം പരിപാടിയാണ്. ഈ ഒരു കുഞ്ഞ് ഷെഡ് അപ്പുറത്തോറുണ്ട്. അപ്പുറത്തോറുണ്ടായി നോക്കണേ. തുരുത്തിലൊരു മരം നോക്കി അടിപൊളി. ആഹാ ഏതാ ചേട്ടാ ഏത് ഈ ഷീറ്റിൻ്റെ മേളല്ലേ. ഓ അപ്പോൾ കാറ്റ് പിടിക്കാണ്ടിരിക്കാൻ. ഓ വെള്ളം ഇതിലെ സൈഡിൽ കൂടി പോലെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഓക്കെ കണ്ട ഇതിലേക്ക് വെള്ളം കയറില്ല. അത് കൊള്ളാം. മറ്റേ വലയുണ്ട്, അത് വലിച്ചു കയറ്റാനുള്ളതാണ് നമ്മുടെ അവിടെ. അപ്പോൾ അതിൽ വഴിയുണ്ടെന്നൊക്കെ പറയണ്ടോ. എന്നാ നമ്മൾ വരേണ്ട വഴി ഇങ്ങനെയാണ്. ഇടയ്ക്ക് എവിടെ വെച്ച് മറ്റേ എന്താണ് വഴിയൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ദിശയായിട്ട് വേറെ വഴിക്ക് പോയി. അതുകൊണ്ട് കാണാൻ പറ്റി. അതെ ആരും കാണാത്തൊരു സാധനം അതെ. ആ ഇതണ്ട ഡാമിൻ്റെ വെള്ളമാണ്. അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതേ ആ കാണാണ് നമ്മുടെ അഞ്ചുരുളി ടണൽ. ഇപ്പുറത്തും ഡാമിൻ്റെ വെള്ളമാണ്. പിന്നെ നടുക്കൂടിയിലെ ഇത് ഇത്രയും പോർഷനേ ഉള്ളൂ. ഈ ചീച്ചോൻ്റെ ചുറ്റും കാണുന്ന അത്രയും പോർഷനുള്ളൂ. അപ്പുറത്തും വെള്ളമാണ്. മനസ്സിലായോ. 3 സൈഡും വെള്ളമാണ്. ജിജോ നിങ്ങളെ നോക്കിയേ തിരിഞ്ഞു കാണുന്നേ ബാക്കിലോട്ട് കാണുന്നേ. ആ അടിപൊളി ഒരു വിഷയം കിട്ടിയായിരുന്നു ഞാൻ പറഞ്ഞത്. കയ്യൊക്കെ ഒന്ന് വീശാൻ കണ്ട്. ആ അതാണ് ഇടുക്കിയിൽ വന്നിട്ട്
ഇടുക്കിയിലോട്ട് നമ്മളല്ലേ ഇടുക്കിക്കാരെ കൊണ്ട് ഇരിക്കുന്നു അല്ലേ? ആ നേരത്തെ നമ്മൾ അഞ്ചുരുളിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അഞ്ചുരുളി ടണലിൻ്റെ അപ്പുറം ഇപ്പുറം കാണിച്ചുകൊണ്ട് അതിൻ്റെ ആ ടണലിൽ നെടുങ്കണ്ടല്ലേ? എർട്ടാർ അതല്ല, എർട്ടാർ ടണലിൽ നിന്ന്, അതായത് അഞ്ചുരുളിയുടെ അപ്പുറത്തെ സൈഡാണ് എർട്ടാർ ടണൽ. അവിടെ നിന്ന് വെള്ളം അഞ്ചുരുളി ടണൽ വഴി വെള്ളം വീഴണ കാണാം. ആ നടുക്കാണ് ദ്വീപല്ലോ ഒരെണ്ണം. അവിടെ പോകാറുണ്ട് ആൾക്കാർ? അല്ല അവിടെ പോകാറുണ്ട് ആൾക്കാർ? അല്ല ഞാൻ ചോദിച്ചാണ് വല്ല ബോട്ടിങ്. അല്ല ഞാൻ ചോദിക്കണ വല്ല ടൂറിസ്റ്റുകൾക്ക്. ഏതാ അതിൻ്റെ ഉള്ളിലാ? ദ്വീപിൻ്റെ ഉള്ളിൽ? അടിപൊളി. ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ പിടിച്ചാൽ കയറാം, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കല്ലിൻ്റെ വെള്ളം. വെള്ളം ഇതാണ് കല്ല് പറഞ്ഞ്. അതാ കണ്ടിട്ട് ഫേസ്ബുക്കിൽ കല്ലിൻ്റെ മേളിൽ കയറിന്നിട്ട്. അതെ, ഇവിടം വരെ ഉള്ളട്ടോ. അതെ, ചുറ്റും ഡാമിൻ്റെ വെള്ളമാണ് കാണുന്നത്. പിന്നെ താങ്ങിയായിരിക്കോ, ഞാൻ എടുത്ത് തരാം വീഡിയോ. റോസ് എവിടെയാണ് സ്ഥലം? നിങ്ങൾ എവിടെ സ്ഥലം? കട്ടപ്പന. ഞാൻ എറണാകുളമാണ്. അതും കട്ടപ്പനക്കാരനാ. അതെ പുള്ളി. ഞാൻ എറണാകുളം. എല്ലാവരും കൂടി കറങ്ങാറിയാ ഇന്ന്? എല്ലാവരും കൂടി കറങ്ങാറിയാ? വ്ളോഗുണ്ട്, ചെറിയൊരു വ്ളോഗുണ്ട്. സെലിബ്രിറ്റീസ് ഓൺ ബൈ ജോർജ് ആന്റണി. തീർച്ചയായിട്ടും. പിന്നെ തിരിച്ചു കിട്ടുമോന്നല്ലേ? ഇട്ടേക്കണം. എന്നാലും നിങ്ങളുടെ നാട് അടിപൊളി. എൻ്റെ ഡാമിൻ്റെ ചുറ്റും വെള്ളമാണ്. ഇടിഞ്ഞ് പോയിട്ടുണ്ട് കുറച്ച്. ലപ്പക്കടയല്ലേ സ്ഥലം? അവിടുത്തെ ബികോം സ്റ്റുഡൻസ് ആണ്. എല്ലാവരും ബികോം സ്റ്റുഡൻസ് ആണ്. ഞാനും ബികോം ആയിരുന്നു പഠിച്ചത്. അതുകൊണ്ട് പക്ഷെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ലൈഫിൽ. അങ്ങനെയല്ലട്ടാ, ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തില്ല. അതാണ് തെറ്റിദ്ധരിക്കരുത്. ബികോം പഠിച്ച മണ്ടത്ര എന്ന് പറയരുതല്ല. അപ്പൊ കാണാം, ഞങ്ങൾ അപ്പുറത്തുണ്ട്. ഓക്കെ. ഇത് കണ്ടാ താഴെന്ന് വെച്ചാൽ ചിച്ചോ. അതെ നിങ്ങൾ നോക്കിയേ, അടിപൊളി. ഇടയിലിറങ്ങല്ലേട്ടോ, അവിടെ തന്നെ ഇതോ കാണിക്കട്ടെ. അയ്യോ എന്നാ ഹൈറ്റിലാണ് നിൽക്കണേ അല്ലേ? ഇത്രയും ധൈര്യം ആർക്കും വേറെ ചാൾസ് ശോഭരാജിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെ അവിടെ തന്നെ ഇരുന്നോ. ഞാനൊരു പിക്കും കൂടി എടുക്കട്ടെ. അവിടെ നിന്നോ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്ത് ബാക്ക് അടിച്ചിട്ട്. എങ്ങനെയുണ്ട് ഇടുക്കി അഞ്ചുരുളി തുരുത്തിൽ അല്ലേ? അഞ്ചുരുളി തുരുത്തിലുള്ള കാഴ്ചയാണ്. എന്നാ മൂടാണ് ഇവിടെ ഇരിക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ഇടുക്കിയിൽ അഞ്ചുരുളി ടണൽ മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തുരുത്തിലാണ്, അഞ്ചുരുളിയുടെ ഓപ്പോസിറ്റ്. അവിടെ അഞ്ചുരുളി ടണൽ കണ്ടേക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തുരുത്താണ്. 3 സൈഡും ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ്. അവിടെ പാർപ്പുറത്തിരിക്കുന്നത്. ഇവിടുത്തെ വിഷയം ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചുറ്റിച്ച് കാണിച്ചോ ചീച്ചോ. ജിജോ ഒരു കാര്യം പറയാനുള്ള എന്താണെന്നറിയാമോ? പോരട്ടെ പോന്നെയാണേ. വീട്ടില് പെണ്ണും പിള്ളേരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വഴക്കായിട്ടാക്കി എന്താണ് ടെൻഷൻ റിലീഫിന് വേണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് നിന്നില്ലേ, വേറെ കയറി താഴെ പോരുന്നുണ്ടായി. വേറെ ആരും അവിടെ പോയി ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീരും. അടിവേര് വരെ കാണാവുന്ന മരമാണ്. സർവ്വ പേരും അതിൻ്റെ അടിത്തറ വരെ കാണാൻ പറ്റത്തില്ല. അടിവേര് മുതൽ മരത്തിൻ്റെ ചില്ല വരെ കാണാൻ പറ്റത്തില്ല. നമ്മ തുരുത്തിൻ്റെ എൻ്റെ നിന്ന് ഇങ്ങോട്ട് വന്ന് റിട്ടേൺ പോണ വഴിയാണ്. നമുക്ക് വന്നത് വേറെ വഴിയാണല്ലോ. ഇവിടെ ഇരുന്ന് കണ്ട ഇങ്ങനെയൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, അടിപൊളിയാണ് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ. പിന്നെ ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കേട്ടോ. ഇത് കണ്ടോ, വീണ്ടും കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണത്.
ഇത് ഷോർട്ട് കട്ട് എടുത്താണ് കേട്ടോ. ഇത് ഇടുക്കിക്ക് അല്ല, ഇടുക്കിക്കാരൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമേ ഷോർട്ട് കട്ട് എടുക്കണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ കയറരുത്. കാരണം പുള്ളിക്ക് ഇവിടെ വഴിയൊക്കെ കാണാപ്പാടും കണ്ടേ. ഇതാണ് ശരിക്കുള്ള വഴി അല്ല ജിജോ? നമ്മ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കാട്ടിക്കൂടി പോകുന്നത് തിരിച്ച് കയറണം എനിക്കല്ല. അങ്ങ് വരെ അല്ലേ? ഇതെന്താ സാധനം? ഒരു കൊക്കിൻ്റെയൊക്കെ മോണ്ട. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങളിത് കേൾക്കണ്ടാവും. ചീവീടിൻ്റെ സൗണ്ട് കാരണം എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് കേൾക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരെ ഡാമിലേക്കാണല്ലേ. അതും കൂടി കാണിക്കുന്നുണ്ടായി. പക്ഷേ വെള്ളം കയറിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഒഴിവാക്കിയതാണ്. പിന്നെ എനിക്ക് നടന്ന് മതിയായി. ഇത് കാണിച്ചു നോക്കി, ഇതിനിടയിൽ കൂടിയൊക്കെ നടന്ന് വേണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര പണിയാണ്. ഇനി തിരിച്ചിത് കയറുക എന്നുള്ളതേ. അല്ലാണ്ട് തന്നെ കുറേ നടന്നു അല്ല ചോദിച്ചോ? വഴിയുണ്ട്. വേണ്ട ഞാനല്ല, തിരിച്ചിങ്ങോട്ട് കയറണ്ട. ഇത്രയും ഞാനല്ല. പിന്നെ ഒരു ദിവസം ആക്കട്ടെ. എന്തായാലും മന്നാർക്ക് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇത് പക്ഷേ ട്രക്കിംഗ് മൂടുള്ളവർ ഇങ്ങോട്ട് വന്നോ ചേട്ടാ അല്ലേ? മറ്റേ കൊടൈക്കനാലിലെ കേവിൻ്റെ പോലത്തെ സെറ്റപ്പൊക്കെ കാണിച്ചു തന്നില്ലേ? അപ്പോൾ ട്രക്കിംഗ് മൂടുള്ളവർക്ക് സ്വാഗതം. കാരണം ബാക്കിയുള്ളവർക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നാനില്ല. കുറച്ച് അധികം നടക്കാനുണ്ട്. ഒരു സംഭവം കിട്ടില്ല കേട്ടോ. ആ സ്പോട്ട് കണ്ടില്ല പിള്ളേർ വെച്ചാൽ അടിപൊളി ഏരിയയാണ്. അതെ, മറ്റ് അത്ര വലിയ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നമൊന്നുണ്ടെന്നും തോന്നല്ല. ഇത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നില്ല ആദ്യം. അപ്പൊ പുല്ല് വഴിയില്ലാണ്ടായി പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിശ എത്തി അങ്ങ്. അത് കാരണം നിങ്ങൾ മറ്റേ മറ്റേ കൊടൈക്കനാൽ മറ്റേ എന്താണ് മഞ്ഞുമൽ ബോയ്സിലൊക്കെ പോലത്തെ കൊടൈക്കനാലല്ലേ അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ജിജോനെ അറിയാട്ടോ. ജിജോ ചെറുപ്പത്തിൽ പലതവണ കൊളൈക്കടനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഇടുക്കിയിലെ വിശേഷങ്ങൾ ഇനി എനിക്ക് എടുക്കാനുണ്ട്. അത് വരും, അടുത്ത് വീണ്ടും വരും. അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ജിജോ, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത സ്ഥലത്തേക്ക് അത് പറഞ്ഞു. അടുത്ത സ്ഥലം അവിടെ വെച്ച് നമുക്ക് കാണാം. അടുത്ത സ്പോട്ട് ഇടുക്കി തന്നെയാണ്. പുറകെ വരും. കാരണം ഞങ്ങനെ ഏത് സ്ഥലത്തേക്ക് പോകണമെന്നൊരു കൺഫ്യൂഷനിലിരിക്കണം. അതാണ് സ്പോട്ട് പറയാൻ. അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ചിലപ്പോൾ നമ്മൾ ഭാഗത്തേക്കാണ് പോകുന്നത്. തൂക്കുവാലം, പിന്നെ ലൂസിഫർ സിനിമയിലെ സിമിത്തേരി സമയം പോയി വരുവാണ്. സിമിത്തേരി സന്ധ്യ ആയിക്കൊണ്ടിരിക്കണം. അപ്പം ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനിൽ ശേഷം തിരിച്ചു പോകണം എന്നുള്ള പ്ലാനിലാണ്. അതെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? ഓക്കെ, ബൈ.